ശ്രീ VP പത്മനാഭൻ, അതായത് ഈ കണ്ണൂരിൽ നിന്ന് വല്ലാത്ത പ്രതികരണങ്ങൾ വരുന്നുണ്ടെന്നാണ് വാർത്തകൾ. ജയരാജന്മാർ മൂന്ന് ധ്രുവങ്ങളിലാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കണ്ണൂരിൽ പാർട്ടി അപ്പാടെ പ്രതിരോധത്തിലാണ്. അങ്ങനെയെങ്കിൽ പിണറായി പക്ഷം ആരോപിക്കുന്ന മറ്റൊന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ ആരോപണങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്ന്. ശരിയോ? അല്ല, അങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം എടുത്ത് നോക്കിയാൽ ഫ്ലക്ച്വേറ്റിംഗ് വോട്ട് അത് പൊതുവെ തെക്കൻ കേരളത്തിലാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന വോട്ട്. അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ ചില വിഷയങ്ങളുടെ പേരിൽ ഭരണമുന്നണിയെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ അമ്പയെ പരാജയപ്പെടുത്തുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ അതേ മുന്നണിയെ വൻ വിജയത്തിലെത്തിക്കുക, ഇതൊക്കെ കാണാൻ സാധിക്കുന്നത് തെക്കൻ കേരളത്തിലാണ്. മലബാറിൽ പൊതുവെ ഷുവർ സീറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ഇപ്പം ഞാൻ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലാണ്, ഇതൊരു ഷുവർ സീറ്റാണ്. തൊട്ടടുത്ത് എലത്തൂർ മണ്ഡലമുണ്ട്, അതൊരു ഷുവർ സീറ്റാണ്. അപ്പോൾ ഇങ്ങനെ അതുപോലെ പേരാമ്പ്ര മണ്ഡലമുണ്ട് തൊട്ടടുത്ത്, അതൊരു ഷുവർ സീറ്റാണ്. അപ്പോൾ ഈ ഉറച്ച സീറ്റുകളുടെ എണ്ണം കൂടുതലാണ് മലബാർ. അപ്പം മലബാറിൽ ഒരു വലിയ പൊട്ടിത്തെറി പെട്ടെന്ന് CPM-ൻ്റെ അകത്തുണ്ടാവും, അല്ലെങ്കിൽ CPM അണികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയാൻ ആയിട്ടില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. സംഭവിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ചില അസ്വാരസ്യങ്ങൾ പൊങ്ങഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ചില കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അതിന് കാരണം ഇതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് ആളുകൾ പോകുന്നില്ല. ആളുകൾ ഈ പരസ്പരം സൗകര്യപൂർവ്വം തൊലിക്ക് പുറത്തുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, കേരളത്തിലെ ലക്ഷക്കണക്കിന് വയോവൃദ്ധർക്ക് അത്താണിയായിട്ടുള്ളത് മാസം ലഭിക്കുന്ന 1600 രൂപ പെൻഷനാണ്. ഈ പെൻഷൻ കേരളത്തിൽ കഴിഞ്ഞ 5-6 മാസമായി കൊടുത്തിട്ടില്ല. അവർക്ക് ലഭിക്കാനുണ്ട്. പലരും മരുന്ന് വാങ്ങാറില്ല, അതുപോലെ തന്നെ പലരും വസ്ത്രം വാങ്ങാറില്ല. ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലാണ് പലരും. അപ്പോൾ ഇത് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള താഴെത്തട്ടിൽ സൃഷ്ടിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഈ വിഭാഗം, ഈ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗത്തിൽ വലിയ വിഭാഗം ഭൂരിപക്ഷ സമുദായത്തിലെ പിന്നാക്ക ജാതിയിൽപ്പെട്ട ആളുകളാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും. അപ്പോൾ അവർ വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ അതാ ഞാനിപ്പോൾ നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞു, ഹമാസിനെ ഞങ്ങൾ പിന്തുണയ്ക്കാറില്ല എന്ന്. ഇതിനൊരു വിഷയമുണ്ട്. ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പഴയ പാകിസ്ഥാൻ പോലെയാണ്. പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനുമായി 2 കഷ്ണമായിരുന്നു പണ്ട് പാകിസ്ഥാൻ. അതുപോലെയാണ് വെസ്റ്റ് ബാങ്കും ഗാസയും. ഇസ്രായേലിൻ്റെ ഏതാണ്ട് ഒരു ഭാഗത്താണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഗാസ. ഗാസയും വെസ്റ്റ് ബാങ്കും തമ്മിൽ കരമാർഗം ഒരു ബന്ധവുമില്ല. അവർക്ക് വേറെ വിദേശ രാജ്യങ്ങളിലൂടെ വേണം വെസ്റ്റ് ബാങ്കിലേക്ക് പോകാൻ. വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത് PLO-വുമായി ബന്ധപ്പെട്ട പഴയ RSS അറാഫത്തുമായി ബന്ധപ്പെട്ട പാർട്ടിക്കാരാണ്. അവിടെ പൊതുവെ സമാധാനമുണ്ട്. അവരും ഇസ്രായേലും തമ്മിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ ആക്രമണ സംഭവങ്ങളും വലിയ യുദ്ധ സമാനമായ അന്തരീക്ഷമൊന്നും ഇല്ല. പക്ഷേ ഗാസയിൽ അങ്ങനെയല്ല. ഗാസയിൽ ഈ പാലസ്തീൻ വിമോചന പ്രസ്ഥാനം, അതായത് യാസർ അറാഫത്തിൻ്റെ പ്രസ്ഥാനത്തെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് ഗാസയുടെ ഭരണം ഹമാസിൻ്റെ കയ്യിലാണ്. ഗാസയുടെ ഭരണം ഹമാസിൻ്റെ. അവിടെയാണ് ഈ കുഴപ്പം. കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി ഏകപക്ഷീയമായി ഇസ്രായേലിനെ ആക്രമിച്ച് അവിടെ സന്ദർശനത്തിലെത്തിയ കലാകാരന്മാരെ സംഘം നേപ്പാളുകാരെ, ജർമ്മൻകാരെ ഒക്കെ കൊന്നു. ആ ജർമ്മൻ പെൺകുട്ടി സംഗീത പാട്ടുകാരത്തിയെ എത്ര ക്രൂരമായിട്ടാണ് കൂട്ടബലാത്സംഗം ചെയ്ത് പരിപൂർണ്ണ നഗ്നയാക്കി കൊന്ന് കെട്ടി വലിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടരാണ് ഈ ഹമാസ്. അവരാണ് ഗാസ ഭരിച്ചിരുന്നത്. അവരാണ് ഈ കുഴപ്പം അന്ന് ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ചത്. അത് ഇസ്രായേൽ ഏറ്റുപിടിച്ച് അത് വലിയ യുദ്ധത്തിലേക്ക് നീങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ടും മനുഷ്യത്വപരമായ സമീപനം ഭാരതം എടുത്തിട്ടുണ്ട്. ഇവിടെ പലരും സൗകര്യപൂർവ്വം മറക്കുന്നൊരു കാര്യമുണ്ട്. $1 മില്യൺ ആയിരുന്നു, $1 ദശലക്ഷം ഇന്ത്യയുടെ വാർഷിക സഹായം പാലസ്തീന്. അത് 5 മില്യൺ, അതായത് $5 ദശലക്ഷം വർദ്ധിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്.
അപ്പോൾ മനുഷ്യത്വപരമായ സമീപനം പാലസ്തീനോടുണ്ടെങ്കിലും ഈ ഗാസ ഭരിക്കുന്ന ഹമാസ് വലിയ കുഴപ്പക്കാർ, അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ്. അവരാണ് അവിടെ ഭരിക്കുന്നത്. അവിടുന്നാണ് ഈ കുഴപ്പമുണ്ടായത്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇതാണ് CPM മനസ്സിലാക്കേണ്ട ഒരു, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്ന ഒരു കാലമൊക്കെ പോയി. ഇത് ഇന്റർനെറ്റ് യുഗമാണ്. നിങ്ങൾ ഏതോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേരളത്തിൽ വോട്ട് പിടിക്കാൻ പോയത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇവിടെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കാരണം എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. പല ജീവനക്കാർക്കും പെൻഷൻ കിട്ടാറില്ല, പല ജീവനക്കാർക്കും മര്യാദയ്ക്ക് ശമ്പളം കിട്ടാറില്ല. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരുപാട് മേഖലകളിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരേ ചർച്ച ചെയ്താണ്. അപ്പൊ കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം പറഞ്ഞുകൊണ്ടല്ല CPM വോട്ട് പിടിച്ചത്. പിന്നെ നിങ്ങൾ പറയും എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറയും. കേന്ദ്രം സാമ്പത്തികം തരാനുണ്ട്, നിങ്ങൾ സുപ്രീം കോടതി പോയല്ലോ 57,000 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞു. 57,000 കോടി രൂപ. അവിടെ നിങ്ങൾ വാദിച്ചത് എന്താ? വാദിച്ചത് 29,000 കോടി രൂപ കടം വാങ്ങാൻ അനുവാദം തരണം, അതല്ലേ വാദിച്ചത്. അപ്പോൾ 57,000 തരാനുള്ള കാര്യം അവിടെ പറഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് CPM കേരളം നേരിടുന്ന യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ശ്രദ്ധിക്കാതെ നടത്തി, അത് ഇവരുടെ ഒരു തന്ത്രമാണ്. ഇത് പണ്ടേ ഇവർ പയറ്റി തെളിഞ്ഞൊരു കാര്യമാണ്. പക്ഷെ പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ കാലം. ഇന്ന് വലിയ പ്രതിസന്ധി. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് കാരണമെന്ന് പറഞ്ഞത് CPI ആണ്. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്ന് പറഞ്ഞതും CPI ആണ്. ഇന്ന് തോമസ് ചാഴിക്കാടൻ, അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവ്, കോട്ടയത്ത് മത്സരിച്ച് തോറ്റ തോമസ് ചാഴിക്കാടൻ പറഞ്ഞത്, എൻ്റെ തോൽവിക്ക് ഒരു കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണ് എന്നാണ്. നവകേരള സദസ്സ് നടക്കുമ്പോൾ ആ സദസ്സിൽ വെച്ച് ശകാരിച്ചതുപോലും തിരിച്ചടിക്ക് കാരണമായെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. നോക്കൂ, ഘടകകക്ഷികൾ കൂടി, ഈ ശ്രേയാംസ് കുമാർ അല്ലെങ്കിൽ തന്നെ ഇടഞ്ഞു നിൽപ്പാണ്, ഈ ഘടകകക്ഷികൾ കൂടി ഇടയുമ്പോഴെന്ത്? അതായത് CPIയുടെ കാര്യം ഞാൻ പറയാം. CPIക്ക് അങ്ങനെ മുഖ്യമന്ത്രി മാറണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് LDFൻ്റെ ഏകോപന സമിതി വിളിച്ചു കൂട്ടാൻ പറയണം. ഇടതുപക്ഷ ഏകോപന സമിതി വിളിച്ചു കൂട്ടിയിട്ട് അവിടെ കാര്യം അവതരിപ്പിക്കണം. അതിനി അവതരിപ്പിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം അവർക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തു. രണ്ടാമത്തെ കാര്യം കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസ്സിൽ അദ്ദേഹം തോമസ് ചാഴികാടൻ പറഞ്ഞത് ഞാൻ തോറ്റതിൻ്റെ കാരണം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്നാണ്. അദ്ദേഹം മാത്രമല്ല തോറ്റതല്ലോ, 19 പേര് തോറ്റില്ലേ. 19 പേര് തോൽക്കാൻ കാരണവും മുഖ്യമന്ത്രിയുടെ ശൈലിയാണെന്ന് ഒരഭിപ്രായമുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ശൈലി എന്ന് പറയുമ്പോൾ ആ ശൈലിയെ പിന്തുണച്ച് നിൽക്കുന്നത് ആരാണ്? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ പിന്തുണച്ച് നിൽക്കുന്നവരുടെ പേരാണ് CPM എന്നുള്ളത്. അപ്പോൾ ഇത് പാർട്ടി ആദ്യം ശൈലി മാറ്റട്ടെ. പാർട്ടി എങ്ങനെയാണ് ശൈലി മാറ്റുക? പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ നമ്മളുടെ ഈ ശൈലി ഇനി കൊണ്ടു നടന്നാൽ ജനങ്ങൾ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് അകലും. അതുകൊണ്ട് പാർട്ടിയുടെ ശൈലി മാറ്റണം. എങ്ങനെയാണ് ശൈലി മാറ്റുക? ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, OR കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കേളു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് 3 വകുപ്പായിരുന്നു. പാർലമെൻ്ററി കാര്യവും ദേവസ്വം ബോർഡും പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വികസന വകുപ്പും. ദേവസ്വവും പാർലമെൻ്ററിയും അദ്ദേഹത്തിൻ്റെ എടുത്തു മാറ്റി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് പരിചയമില്ലെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. ഈ പരിചയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പം എങ്ങനെയാണ് പരിചയം വന്നത്? രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിസ്ഥാനത്തെത്തുമ്പോൾ അവരെ സഹായിക്കുന്നത് പാർട്ടിയും അതുപോലെ ഉദ്യോഗസ്ഥരും അതുപോലെ പരിണത പ്രജ്ഞരായ പാർട്ടിയുടെ നേതാക്കളും ഒക്കെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ദേവസ്വം എടുത്തു മാറ്റിയിട്ട് അത് വാസവന് കൊടുക്കുമ്പോൾ അവിടെ ചർച്ച വരികയാണ്. ഇത്രയും തിരിച്ചടി ഉണ്ടായിട്ടും പട്ടികവർഗത്തിൽ നിന്നും ആദ്യം ഒരു മന്ത്രി ഉണ്ടായത് കോൺഗ്രസിൻ്റെ കാലത്ത് PK ജയലക്ഷ്മിയാണ്. ഇടതുമുന്നണിയിൽ CPM എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴാണ് അവർ പട്ടികവർഗത്തിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമാണ്. എന്നിട്ട് അതിലാ വകുപ്പെടുത്തു മാറ്റി. അപ്പോൾ ഇത് ചോദ്യം ചെയ്യുമ്പോൾ പാർട്ടിക്ക് എന്ത് ഉത്തരവുള്ളേ? പാർട്ടി ഇതൊരു ഉത്തരം പറഞ്ഞോ? പാർട്ടി ഒളിച്ചു നടക്കുകയല്ലേ എന്തുകൊണ്ട് എടുത്തു മാറ്റി എന്നുള്ളതിനെ കുറിച്ച്? ഇനി മറ്റൊരു കാര്യം എന്താണ്, നമ്മുടെ ഈ TP വധക്കേസിലെ ഹൈക്കോടതി പറഞ്ഞില്ല അവരുടെ പരോളിനെ കുറിച്ചുള്ള. എന്നിട്ട് അതുപോലും മാറ്റിവെച്ചുകൊണ്ട് മറന്നുകൊണ്ട് 3 പേർ പ്രതികൾക്ക് പരോൾ അനുവദിക്കാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. എന്തൊരു ധൈര്യമാണിത്! അപ്പോൾ ഇവിടെ ജനങ്ങളെ മറന്നില്ല. ഇവിടെ ആരുടെ ശൈലിയാണ്? മുഖ്യമന്ത്രിയുടെ ശൈലിയാണോ പാർട്ടിയുടെ ശൈലിയാണോ?
പാർട്ടി അറിഞ്ഞിട്ടല്ലേ ഈ കാര്യം ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെയാണെങ്കിൽ പാർട്ടിയല്ലേ തിരുത്തേണ്ടത്? അപ്പൊ വെറുതെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് പാർട്ടി ചെയ്യുക. ഇതിൽ പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എൻ്റെ ശൈലി മാറ്റില്ല, പക്ഷെ എന്നെ തിരുത്താൻ എൻ്റെ പാർട്ടിക്ക് ധൈര്യമില്ല എന്നാണ് പിണറായി വിജയൻ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തിരുത്താനുള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഞാൻ പണ്ടൊരിക്കൽ നമ്മുടെ ജനം TV ചർച്ചയിൽ തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ പാർട്ടിയിലൊരു വിഭാഗീയത ഉണ്ടാകണം. ആ വിഭാഗീയത ഉണ്ടാകുക എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയുന്നത്? അത് CIT വിഭാഗം എന്നൊക്കെ പറഞ്ഞ് അന്നുണ്ടായിരുന്നത് പോലെ. ഇപ്പൊ നോക്കൂ, ഗോവിന്ദ മാഷ് ഇവിടെ നമ്മളുടെ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് തോറ്റിട്ട് അദ്ദേഹം പറയുന്നത് ഇടതുമുന്നണിയുടെ ഗവൺമെന്റിന്റെ മറ്റേ പ്രവർത്തന ശൈലി കൊണ്ടല്ല, പിന്നെ എന്താണ്, ഓരോ ജാതിയുടെ പേര് പറയാണ്. ഇന്ന ജാതി പോയി, ഇന്ന ജാതി പോയി. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ പറയുന്നതെന്ന് ആലോചിക്കണം. ഇവിടെ നമ്മളിത് തമാശയായിട്ടാണ്. ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് വരുമ്പോൾ അന്ന് ചോദിച്ചു എന്തടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസ് എടുക്കുന്നത്. കാരണം കേരള കോൺഗ്രസ് കൃഷ്ണരാജ എങ്ങനെയാ ജന്മം കൊണ്ടത്? കേരള കോൺഗ്രസ് ജന്മം കൊണ്ടത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പാർട്ടിയായിട്ടാണ്. കമ്മ്യൂണിസത്തിനെതിരാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് സംഗതി PT ചാക്കോയുടെ പേരൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും PT ചാക്കോ ആജന്മ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ ഈ പാർട്ടി പേര് കൊണ്ടു നടക്കുന്നത്. അപ്പൊ PT ചാക്കോയെ ആ ഒരു പാരമ്പര്യം പറയുന്നവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് കേരള കോൺഗ്രസ്സുകാര്. അവരെ ഈ മറ്റേ നായർ ക്രിസ്ത്യൻ പാർട്ടി എന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ കളിയാക്കിയിരുന്നത്. ആ പാർട്ടിയുടെ ഒരു നേതാവ് തോറ്റിട്ട് അദ്ദേഹം പറയുമ്പോൾ ആ പാർട്ടിയുടെ നേതാവ് മറ്റേ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മളുടെ ചെയർമാനായിട്ടുള്ള നമ്മുടെ ജോസ് കെ മാണി എന്താ പറയുന്നത്? പിണറായി വിജയന്റെ ശൈലി മാത്രമല്ല, മൊത്ത ശൈലി. ആ മൊത്ത ശൈലി ഏതാണ്? അത് പറ. അതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അതാണ്. പിണറായി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ആരെയൊക്കെ കുറ്റം പറയണം? പേര് പറ. ഗോവിന്ദ മാഷ് പറയണു പിണറായി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ആരുടെ പേര് പറ? അതുപോലെ CPI പറയുന്നു പിണറായിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിൽ പേര് പറ. ഇപ്പൊ ബോംബ് രാഷ്ട്രീയം, കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടി നമ്മുടെ എരഞ്ഞോളില്. അപ്പൊ CPIയുടെ ബിനോയ് വിശ്വം ഒരു പ്രസ്താവന ഇറക്കി. എന്താ പ്രസ്താവന എന്നറിയോ? ബോംബ് രാഷ്ട്രീയത്തെ CPI അനുകൂലിക്കുന്നില്ല. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക? CPM-നെതിരെ CPI വിമർശനം കടുപ്പിക്കുന്നു. തൊട്ടടുത്ത വരി എന്താണെന്നറിയാമോ? അങ്ങനെ ബോംബ് പൊട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് CPM ആയിക്കൊള്ളണമെന്നില്ല. എന്തൊരു വിരോധാഭാസമാണത്. അവിടെ ബോംബ് പൊട്ടിയത് എങ്ങനെയാണെന്നും ബോംബ് പൊട്ടി മരിച്ചവർക്ക് രക്തസാക്ഷിമണ്ഡപം ഉണ്ടാക്കിയത് ഏത് പാർട്ടിയാണെന്നും ഒക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് CPI നേതാവിൻ്റെ അഭിപ്രായം. പിന്നെ ആര് തിരുത്തും കൃഷ്ണരാജ ഈ മുന്നണിയെ? ഇത് തിരുത്തണമെങ്കിൽ പണ്ടൊക്കെ തിരുത്തിയത് CPI ആണ്. ഇപ്പൊ CPIക്ക് തിരുത്താനില്ല. കേരള കോൺഗ്രസ് ചെയർമാനാണെങ്കിൽ രാജ്യസഭാ സീറ്റിന്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹം തിരുത്താനില്ല. INL-ലാണെങ്കിൽ മന്ത്രിയില്ല, പകരം ഒരു മന്ത്രിയില്ല. പക്ഷെ INL-ന്റെ നേതാവായ അഹമ്മദ് ദേവർകോവിലെ തിരുത്താൻ തുടങ്ങി. എങ്ങനെ? ഇന്ന് അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞു മലബാറിലെ ഹയർ സെക്കൻഡറി +2-ന്റെ സീറ്റിന് കുറവുണ്ട്. ശിവൻകുട്ടി മന്ത്രി എന്താ പറഞ്ഞത്? അവിടെ പ്രശ്നമൊന്നുമില്ല. ദേവർകോവിൽ എന്ന ഇടതുമുന്നണി MLA എന്താ പറഞ്ഞത്? അവിടെ പ്രശ്നമുണ്ട്. അവിടെ തിരുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്താ തിരുത്താൻ കാരണം? അവർക്ക് മന്ത്രിസ്ഥാനം പോയി. അങ്ങനെ മന്ത്രിസ്ഥാനം പോയവർ മാത്രമേ തിരുത്തുള്ളൂ എന്ന് വെച്ചാലോ? RJD തിരുത്താൻ പറഞ്ഞു. എന്താ കാര്യം? അവർക്ക് മന്ത്രിസ്ഥാനമില്ല, അവർക്ക് രാജ്യസഭാ സീറ്റില്ല. അപ്പൊ അവര് തിരുത്താൻ പറഞ്ഞു. നേരെ മറിച്ച് കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് കിട്ടി, CPIക്ക് രാജ്യസഭാ സീറ്റ് കിട്ടി, എനിക്കും കിട്ടണം പണം. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ പാർട്ടി നന്നാവും? അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ പിണറായി വിജയനെ കുറ്റം പറയുമ്പോൾ പിണറായി വിജയന്റെ ശൈലി എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളൊക്കെ പരിപൂർണമായിട്ടും നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നതല്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ സർ ഇത് തെറ്റാണെന്ന് പാർട്ടി പറയണ്ടേ? അത് പറയുന്നില്ല. അപ്പൊ അത് എന്നിട്ട് ആ പാർട്ടിനെ ചോദിക്കുകയാണ് പിണറായിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ആരെ കൂടെ കുറ്റം പറയണം എന്നോട് പറയട്ടെ, ഒരു പേര് പറയട്ടെ. അതൊരു ചോദ്യമാണ്. കാരണം പിണറായി വിജയനാണ് കാരണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ഉറക്കെ പറച്ചിലുകൾ തുടരുമ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നു ഇപ്പോഴും നട്ടെല്ല് പിണറായി വിജയനാണ്. അങ്ങ് നേരത്തെ പറഞ്ഞു ഞങ്ങൾ തള്ളിപ്പറയുന്നവരല്ല എന്ന്. മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തത് എന്താണ്? എനിക്കോ പാർട്ടിക്കോ പങ്കില്ല എന്ന് വാർത്താ സമ്മേളനം നടത്തി പറയുന്നു. പിണറായി വിജയനെതിരെ, മകൾക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നു. അന്നെല്ലാം മൗനം കൊണ്ട് മറികടക്കാനുള്ള ശ്രമമായിരുന്നില്ലേ അദ്ദേഹം നടത്തിയത്? അതുപോലും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നോക്കൂ, താരതമ്യപ്പെടുത്തലുകൾക്ക് പോലും പിണറായി വിധേയനായി തുടങ്ങിയിരിക്കുന്നു. ഇത് നൽകുന്ന സൂചന അല്ല കൃഷ്ണരാജ്, അതെന്തൊരു ചോദ്യമാണ് അത്. കാരണം ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ പേരിൽ ഉയർന്ന ആരോപണം
ഒരു കള്ളക്കഥയായിരുന്നു. അത് പിന്നെ കർണാടക ഹൈക്കോടതി അതൊരു കള്ളക്കഥ ആയിരുന്നിട്ട് പോലും അദ്ദേഹം ആ മാതൃക കാട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്. കള്ളക്കഥയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങ് പറഞ്ഞ കള്ളക്കഥയാണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നിട്ടും അദ്ദേഹം ആ മാതൃക കാട്ടി എന്നുള്ളതാണ്. അല്ലാതെ മയക്കുമരുന്ന് കച്ചവടത്തിന് പൈസ കൊടുത്തെന്നാ പറഞ്ഞേ. പിണറായി വിജയന്റെ മകള് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ആരോപണം ഇല്ല. പിണറായി വിജയന്റെ വിജിലൻസ് കോടതിയും ചവിറ്റുകൊട്ടയിലിട്ട് ആരോപണം അത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഓ, ഞാൻ സഹികെട്ട് എൻ്റെ പൊന്നു കൃഷ്ണരാജ് ദയവായിട്ട് എന്നെ സംസാരിക്കാമായിരുന്നു എനിക്ക്. കാരണം ഈ ചർച്ചയിൽ ഞാൻ ഒറ്റയാളേ ഉള്ളൂ, മറ്റുള്ളവരൊക്കെ നിങ്ങൾ പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. എനിക്ക് അവർക്ക് മറുപടി പറയണ്ടേ? പ്ലീസ്, അങ്ങേക്ക് മറുപടി പറയാൻ എത്ര നേരം വേണമെങ്കിലും സമയം തരും. ഇവിടെ അതിനുള്ള മറുപടി എത്ര ഉള്ളൂ? അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അറിയാവുന്ന ഇല്ലില്ല, അത് തരത്തില്ല. അതെല്ലാം പോട്ടെ. ഇവിടെ പിണറായി വിജയനാണ് കുറ്റവാളി, പിണറായി വിജയൻ കാരനാണ് കേരളത്തിലെ പിന്നെ CPM പരാജയപ്പെട്ടെന്ന് പറഞ്ഞു ശ്രീകുമാർ സാറോട് ആവർത്തിച്ച് പറഞ്ഞു. കൃഷ്ണരാജ് പറഞ്ഞു ആ ഒരു വാക്ക് എന്തായാലും പിന്നെ ശ്രീകുമാർ സാർ പറഞ്ഞില്ല. സാറ് വേറെ കാര്യങ്ങളിലേക്കാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, കോൺഗ്രസ് പറയുന്നത് ദേശീയ പാർട്ടിയല്ലേ? കോൺഗ്രസിന്റെ പിന്നെ കർണാടക മന്ത്രിസഭ ഉണ്ടായിട്ട് എത്ര വർഷമായി? 1 വർഷത്തിന് മേളിൽ മാത്രമേ ആയിട്ടുള്ളൂ. 3-2 ഭൂരിപക്ഷത്തോടെ അവിടെ വിജയിച്ചു വന്നു. ഈ ലോക്സഭ ഇലക്ഷനിൽ അവർ അവകാശപ്പെട്ടത് എന്താ? 28-ൽ 25ഓളം സീറ്റുകൾ കോൺഗ്രസ് നേടുന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ പറയുക, അവസാനത്തെ എക്സിറ്റ് പോൾ പറഞ്ഞു അവരുടെ പിന്നെ ഉപമുഖ്യമന്ത്രി അവകാശപ്പെട്ടത്ര ഞങ്ങൾ 22 സീറ്റായിട്ടും കുറഞ്ഞു വാങ്ങിക്കുമെന്ന് പറഞ്ഞു. 1 വർഷം മാത്രമേ ഉള്ളൂ ആ മന്ത്രിസഭ നിലവിൽ വന്നിട്ട്. എന്നിട്ട് അവർക്ക് എത്ര സീറ്റ് കിട്ടി? സിദ്ധരാമയ്യ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിലയിരുത്തലായിരുന്നോ, വിധിയെഴുത്തായിരുന്നോ? അദ്ദേഹത്തിനുള്ള വെറുപ്പാണോ അവിടുത്തെ ജനങ്ങളെ കാണിച്ചത്? അതോ ആന്റി ഇൻകംബൻസാണോ കാണിച്ചത്? കേരളത്തിലെ കോൺഗ്രസ്, കർണാടകയിലെ കോൺഗ്രസ്, ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് ഒന്നു തന്നെയല്ലേ? അപ്പൊ പിന്നെ നിങ്ങളെങ്ങനെയാണ് പിണറായി വിജയനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന? തൊട്ടപ്പുറത്തെ സംസ്ഥാനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാറെ പറയുമ്പോൾ ലോജിക്ക് വേണം ഈ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും. ഞങ്ങൾ ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലാതാകാന്ന് മാത്രമേ ഉള്ളൂ. ഈ നിമിഷം വരെ നിൽക്കൂ, അല്ല അതവിടെ നിൽക്കട്ടെ. അത് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനത്തും വിജയിച്ചു കയറുന്ന പാർട്ടിയാണ് ഞങ്ങൾ അവകാശപ്പെട്ടത്. നിങ്ങൾ അതൊന്നും പറയണം. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 400 സീറ്റ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടും പാർലമെന്റ് ഞങ്ങൾ ഭേദഗതി ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടും അത് മുസ്ലിം വിരുദ്ധം മാത്രം പറഞ്ഞുകൊണ്ടും ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ പിന്നെ കൃഷ്ണരാജിന്റെ പാർട്ടി, പിന്നെ ബഹുമാനപ്പെട്ട ശ്രീപത്മനാഭൻ സാറിന്റെ പാർട്ടി എന്തുകൊണ്ടാണ് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടായിരുന്നത്? ഒറ്റയ്ക്ക് ഞങ്ങൾ 350 വോട്ട് സീറ്റ് നേടുന്ന പറഞ്ഞത്. ഓൾ ടുഗദർ 400 സീറ്റ് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് നേടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി. ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വിജയിച്ചു കയറുന്ന പാർട്ടിയോട് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു കാര്യമോട് ചോദിക്കട്ടെ. 2019 ഞങ്ങൾ 121 നിയമസഭാ മണ്ഡലങ്ങളിൽ പുറയിലായിരുന്നു. ലോക്സഭ ഇലക്ഷനിൽ 121, ഇത്തവണ 111 ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ, 2019 ശേഷം ഈ 5 വർഷക്കാലത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ സർക്കാർ നൽകിയ പിന്തുണയുടെ ഗ്രാവിറ്റി എത്രയോ കുറവാണെന്ന് നിങ്ങൾ പറഞ്ഞാലും ആ ഗ്രാവിറ്റി കുറഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയല്ലേ ദേശീയ രാഷ്ട്രീയമല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്? ജനാധിപത്യത്തിനെ വിലങ്ങേർപ്പെടുത്തിയ ഒരു സമയത്ത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ വളരെ വിനയത്തോട് സമ്മതിക്കുന്നു. അത് കോൺഗ്രസ് പാർട്ടി സപ്പോർട്ട് ചെയ്തു. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് അങ്ങയോട് 2 കാര്യങ്ങൾ. ഒന്ന്, റെജി ലൂക്കോസ്, അങ്ങ് എൻ്റെ രാഷ്ട്രീയം ഇവിടെ പ്രഖ്യാപിക്കേണ്ട, തീരുമാനിക്കേണ്ട. 2, ഈ തെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് ജാവ്ദേക്കറെ കണ്ടെന്നും പറഞ്ഞുവല്ലോ. അതിൽ വലിയ ആഴത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ഈ പിണറായിയെ രക്ഷിക്കാൻ EP-യെ ബലിയാടാക്കുന്നു എന്നൊരു മറുചോദ്യം ഉയരുന്നില്ലേ? കൃഷ്ണരാജിന്റെ രാഷ്ട്രീയം ഞാൻ പ്രഖ്യാപിക്കേണ്ട, അത് ഞാൻ പ്രഖ്യാപിച്ച രാഷ്ട്രീയം അല്ലാതെ കൃഷ്ണരാജ് ചർച്ചയിൽ പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അപ്രീഷിയേറ്റ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താ, ഏതെങ്കിലും ഒരു ചർച്ച വൈറലാകാൻ വേണ്ടി പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ല ഞാൻ. എന്റെ ചർച്ചകളൊന്നും വൈറലാകണ്ട സാർ. 5 ചോദ്യം ചോദിക്കാൻ പറ്റി ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു തിരുത്ത് വന്നാൽ അത്രയും നല്ലതെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചർച്ച എല്ലാ നവമാധ്യമങ്ങളിലും വൈറലായി ഓടി നടക്കണമെന്ന് ആഗ്രഹിച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ചെയ്യുകയുമില്ല. എനിക്ക് ചോദ്യം ചോദിക്കണം, നിങ്ങളുടെ പരമാവധി ഉത്തരം ശേഖരിക്കണം, അത്രമാത്രം ലക്ഷ്യമേ ഉള്ളൂ. അതിവിടെ നിന്നല്ല, വേറെ ഏത് ചാനലിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിൽ. ഞങ്ങളോട് കാര്യങ്ങൾ പറയൂ. അല്ല, എനിക്കിത് പറഞ്ഞേ പറ്റൂ. അല്ല, ഇത് കേൾക്കൂ. സ്വയം ജസ്റ്റിഫിക്കേഷന്റെ ആവശ്യമില്ല. ഇത് കേൾക്കുക, വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. ചോദിച്ചാൽ അല്ലെങ്കിൽ എന്നെ ഇവിടെ ചോദിച്ചാൽ ഉത്തരം പറയുന്ന ഒരു പ്രതീക്ഷയിലാണ് ചർച്ചയ്ക്ക് പോയി വിളിക്കുന്നത്. എന്നോട് ആദ്യം പറഞ്ഞല്ലോ.
അത് കേൾക്കാനല്ലേ അതിന് മറുപടി പറയണമെങ്കിൽ മുമ്പോട്ട് പോണേ. എന്നോട് ആദ്യം തന്നെ പറഞ്ഞു അങ്ങേ വിളിച്ചാൽ ചർച്ചയ്ക്ക് മറുപടി പറയുന്ന പ്രതീക്ഷയുള്ള വിളിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളെ പോലുള്ളവരെ വിളിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയും. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഞാനാ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. കൃഷ്ണരാജിനെ തിരുത്താം. അല്ല അതിനുള്ള മറുപടി ഞങ്ങൾ പറയും. പറയേണ്ടത് ഞങ്ങൾ ഏത് ചാനലിൽ പോയാലും ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മോനെ വെച്ച് ഞങ്ങൾ മറുപടി പറയും. ഇത് കേൾക്കൂ, അതിലേക്ക് തന്നെയാ വരുന്നത്. അത് വഴി കൊടുത്ത് അടി വാങ്ങിക്കാനായിട്ട് ഞാനും തയ്യാറാകണ്ട, കൃഷ്ണരാജും തയ്യാറാകണ്ട. അതാണ് ആദ്യം എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾ എന്താ ചോദ്യം എന്തായിരുന്നു? രണ്ട് കാര്യങ്ങൾ പറയാം. ഇന്ന് നേരം വെളുത്തം പോലും ഇന്ന് രാവിലെ 10 മണി മുതൽ അല്ല അതിനോട് മറുപടിയാണ് പറയുന്നത്. EP ജയരാജനെന്നല്ല, ഞങ്ങൾ ആരെയും ബലിയാടാക്കത്തില്ല. ബലിയാടാക്കുന്ന ആരെയാ? മോഹൻ ഭാഗവതിനെ പോലുള്ളവരൊക്കെയാണ് തോറ്റന്റെ ഭാരവാഹങ്ങളുമായിട്ട് ബലിയാടാക്കിക്കൊണ്ട് നരേന്ദ്രമോദി തള്ളിപ്പുറം. ഞങ്ങൾ പറയത്തില്ല. തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും. തെറ്റുണ്ടെങ്കിൽ പുറത്താക്കാൻ പോലും മടിക്കാത്ത പാർട്ടിയാണ്. ഞാൻ ഇനിയിപ്പോൾ അത് EP ജയരാജനെ പുറത്താക്കണം എന്നുള്ള വ്യാഖ്യാനമായിട്ട് വന്നേക്കരുത് കേട്ടോ. അങ്ങനെയൊന്നും വന്നേക്കരുത്. ആര് കാണിച്ചാലും സാക്ഷാൽ പിണറായി വിജയനെ ഈ പാർട്ടി തരം താഴ്ത്തിയിട്ടുള്ളതാ. കേവലം 10 വർഷങ്ങൾക്ക് മുമ്പ് PBയിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. അച്യുതാനന്ദനെ തരം താഴ്ത്തിയിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട് വാക്കുകൾ കൊടുത്ത പാർട്ടിയായത്. ഒരു കാലത്ത് കേരളത്തിൽ CPMന്റെ നാവായിരുന്ന PV കുഞ്ഞിക്കണ്ണനെ പാർട്ടിയിലെടുത്ത് കളഞ്ഞിട്ടുണ്ട്. MV രാവിനെ കളഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വ്യക്തികളല്ല വരുന്നത്. തെറ്റ് വന്നാൽ തിരുത്തും കൃഷ്ണരാജ്, ഒരു സംശയമില്ല കാര്യത്തിൽ. തെറ്റുണ്ടാണ്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന തെറ്റല്ല ഞങ്ങളുടെ തെറ്റ്. ഞങ്ങളുടെ പാർട്ടിക്ക് തെറ്റ് കണ്ടുപിടിച്ചാൽ തിരുത്താൻ നിങ്ങളുടെ ആരുടെ ശുപാർശ കൊണ്ട് പാർട്ടി തിരുത്തും. EP ജയരാജന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തും. തെറ്റില്ലേ തിരുത്തത്തില്ല. നിങ്ങളങ്ങനെ ഒരു പാർട്ടിയിൽ ഒരാൾ ആരെയെങ്കിലും ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളോട് ചോദ്യം ചോദിക്കേണ്ട. അതിനൊന്നും മറുപടി കിട്ടത്തില്ല. ഇവിടെ കൃഷ്ണരാജ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാറും പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം അത് വളരെ ഉത്തരവാദിത്തോടുകൂടി എനിക്ക് പറയണം. ഇവിടെ തോമസ് ചാഴികാടനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും തോമസ് ചാഴികാടൻ മുഖ്യമന്ത്രി പഴി പറഞ്ഞിരിക്കുന്നു. CPMന്റെ വോട്ട് അങ്ങോട്ട് പോയി ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുമായിട്ട് ആ ഘടകകക്ഷിയെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ അവരുടെ പാർട്ടിക്കുള്ള അടിയുണ്ടാക്കാനായിട്ട് കുറെ ശ്രമം നടക്കുന്നത്. അതൊക്കെ വെറും ഭാവന സംബന്ധമായ സങ്കല്പങ്ങളാണ്. ആ പാർട്ടിയുടെ ചെയർമാനാണ് അതിന് മറുപടി പറയണ്ടേ. തോമസ് ചാഴികാടൻ അങ്ങനെ കാര്യം പറഞ്ഞായിട്ട് അദ്ദേഹം പോലും ഓൺ ചെയ്തിട്ടില്ല. മാധ്യമങ്ങളിനെ അടച്ചിട്ട മുറിയിൽ കൂടുന്ന കൂട്ടായ്മകളെക്കുറിച്ചോ കമ്മിറ്റികളെക്കുറിച്ചും മാധ്യമങ്ങൾ പുറത്തു നിന്നുകൊണ്ട് ദൈവത്തിന് പോലും പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളും അല്ലെങ്കിൽ ഭാവന സങ്കല്പത്തിലുള്ള പല വാർത്തകളും പുറത്തുവിടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനും ഇതുപോലെ തന്നെ ഒരു കമ്മിറ്റിയിലെ ഭാഗ്യവശാൽ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് വാർത്തകൾ പുറത്തു പോകാത്തതെന്നുള്ളതൊക്കെ എനിക്കൊക്കെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. വെറുതെ തോമസ് ചാഴികാടനെ ഇല്ലാത്ത കഥകൾ രചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവമാനിക്കേണ്ട. അദ്ദേഹം മാന്യനായ ഒരാളാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് തോറ്റുപോയി. ആ തോറ്റതിന്റെ കാരണങ്ങൾ ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് പിണറായി വിജയനെയും എന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ തമ്മിലടിപ്പിക്കാനോ സ്പ്ലിറ്റ് ഉണ്ടാക്കാനോ നിങ്ങൾ ആരും ശ്രമിക്കേണ്ട. ജോസ് കെ മാണി എന്ന് പറഞ്ഞ നേതൃത്വം, അദ്ദേഹമാണ് എന്റെ പാർട്ടിയുടെ ലീഡർ. അദ്ദേഹം അസംഖ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൂട്ടായ തീരുമാനം എടുക്കേണ്ടത്. സമയം അവസാനിക്കാനായി. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അതായത് പലപ്പോഴും വിവാദ വിഷയങ്ങൾ വരുമ്പോൾ സ്വയം പ്രതിരോധത്തിലാകുമ്പോൾ മൗനം കൊണ്ട് നേരിടാനാണ്, മൗനം കൊണ്ട് ചെറുക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കാറുള്ളത്. അതായത് ഓരോ സന്ദർഭങ്ങളിലും വിശ്വസനീയമായ ഒരു മറുപടിയെങ്കിലും പറയാൻ കഴിയാത്തതോ പിണറായി ഈ വിധത്തിൽ എത്തിച്ചേർന്നതിന് കാരണം? അല്ല, അത് കാരണം എന്താണെന്ന് അറിയോ? നമ്മളെ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടി ആ പ്രശ്നങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഫലമായി കനത്ത പരാജയം സംഭവിച്ചു. അപ്പോൾ കനത്ത പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പിന്നെ ഒരൊറ്റ രക്ഷയുള്ളൂ, മൗനം എന്താ പറയുക പാലിക്കുക എന്നുള്ളത്. എന്നാലോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർ നാട് മുഴുവൻ നടന്ന് ന്യായീകരിച്ച് ക്ഷീണിക്കുകയാണ് അവർ. അപ്പോൾ ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ ന്യായീകരിച്ച് ക്ഷീണിക്കുന്നു, മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഈ സർക്കാരിനിട്ട് താല്പര്യമില്ല. അപ്പോൾ ഈ സർക്കാരിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നും കിട്ടുന്നില്ല, അവർക്ക് ലഭിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം, വളരെ ദുഃഖകരമായൊരു കാര്യം. നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വീട് നിർമ്മിക്കാനും പുന്നപ്ര വയലാറിലെ വോട്ടിന്റെ കണക്ക് ഞാൻ പറയണോ? പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ വോട്ടിന്റെ കണക്ക് പറയണോ? വെറുതെ അതൊന്നും പറയിപ്പിക്കണ്ട, ഇനി എവിടെ ഇല്ല. അപ്പോ ഇതാണ് പ്രശ്നം. ഞാൻ പറയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ കെട്ടിക്കിടക്കുക, പൈസ ഇല്ല കൊടുക്കാൻ, അപേക്ഷ കെട്ടിക്കിടക്കുക. ശ്രീ N. ശ്രീകുമാർ, ചോദ്യമില്ല, പറയാനുള്ളത് പെട്ടെന്ന് പറയാം. പുന്നപ്ര വയലാർ
അതായത് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ CPM-ൽ ഇന്ന് നേരിട്ടുകൊണ്ട് ഇരിക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, ആ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ എന്ത് നടപടി വേണമെന്നൊരു ചോദ്യമുണ്ട്. അത് പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നതുവരെ ഇങ്ങനെ പോകും. അടുത്ത ജില്ലാ സമ്മേളനങ്ങൾ പതിവ് പോലെ ആയിരിക്കണമെന്നില്ല. കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ നേരിട്ട് 14 ജില്ലകളിലും പോയി 14 ജില്ലകളിൽ അദ്ദേഹം സാന്നിധ്യം കൊണ്ട് അവിടെ ഇരുന്നു, 3 ദിവസം ഇത് ഇരുന്നു. അടുത്ത ജില്ലാ സമ്മേളനങ്ങൾ വരുമ്പോൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്നും എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കേസുദാരനെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ തള്ളിപ്പറഞ്ഞു പരസ്യമായിട്ട്. അങ്ങനെയുള്ളൊരു ഗതികേട് ഞങ്ങൾക്കില്ല. ശരി ഏതായാലും മൈക്കിനോട്, മാധ്യമപ്രവർത്തകരോട്, അവതാരകയോട്, എല്ലാവരോടും അരിശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്. അമ്പയെ തോറ്റിട്ടും അത് അവസാനിക്കുന്നില്ല എന്ന സൂചനകൾ തന്നെ വരുന്നു. പക്ഷേ ഇതാദ്യമായി അദ്ദേഹം പ്രതിരോധത്തിലാണ്, ചോദ്യങ്ങൾക്ക് നടുവിലാണ്, വിമർശനങ്ങൾക്ക് നടുവിലാണ്. എവിടെ എത്തി നിൽക്കും എന്ന ചോദ്യം മാത്രം ബാക്കിയാകുന്നു. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, N ശ്രീകുമാർ, റെജി ലൂക്കോസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ചർച്ചയുടെ അവസാന ഭാഗത്തെങ്കിലും ചിരിച്ചാണ് 3 പേരും പിരിയുന്നത് എന്നോർക്കുമ്പോൾ സന്തോഷിക്കുന്നു. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.